നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ നീലയിൽ കോൾപ്പടവിൽ കൊയ്ത്തുത്സവം നടത്തി. കല്ലൂർമ തെക്കും താഴ്ത്തു വെച്ച് ചേർന്ന കൊയ്ത്തുത്സവം നന്നമുക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിശ്രിയ സൈഫുദ്ദീൻ പുഞ്ചകൃഷി ചെയ്ത കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് പ്രസിഡന്റ് ആയമുണ്ണി അധ്യക്ഷനായി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കൗസല്യ രവി, പെരുമ്പടപ്പ് MDA വിനയൻ, നന്നമുക്ക് കൃഷി ഓഫീസർ കീർത്തി ചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് ദേവി തുടങ്ങിയവർ സംസാരിച്ചു. കൊയ്ത്തുത്സവത്തിന് നിരവധി കർഷകരും കർഷക തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു. 350-ൽ പരം ഏക്കർ സ്ഥലത്താണ് കർഷകർ കൃഷി ചെയ്തിരിക്കുന്നത്. കോൾപ്പടവ് സെക്രട്ടറി അബ്ദുൾ റസാഖ് സ്വാഗതവും ട്രഷറർ സുകുമാരൻ നന്ദിയും പറഞ്ഞു. നമ്മളെ കമ്മിറ്റി അംഗങ്ങൾ, കർഷക സുഹൃത്തുക്കൾ, വാർഡ് മെമ്പർ പതിന്ന് കൗസല്യ ചേച്ചി, മറ്റേ വാർഡ് മെമ്പറും അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കൃഷി ഓഫീസ് അസിസ്റ്റന്റ് ദേവി മാഡം, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവർക്കും ഒറ്റവാക്കി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് നമ്മുടെ പ്രസിഡന്റ് കൃഷി ഓഫീസർ കീർത്തി ചന്ദ്ര, നമ്മുടെ വാർഡ് മെമ്പർ കൗസല്യ ചേച്ചി, ദേവി മാഡം, അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കർഷകർക്കും കമ്മിറ്റി രണ്ട് വാക്ക് പറയാം. ഈ വർഷം വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്, ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടായെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് നഷ്ടങ്ങളൊക്കെ വരെ ബോധ്യപ്പെടുത്താനുള്ള ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് കൂടിയിട്ടാണ് ഞാൻ അത് പറയുന്നത്. ദീർഘമായിട്ടുള്ള വേനൽക്കാലം നിലനിന്നൊരു കാലമായിട്ട് കഴിഞ്ഞു വന്നു. ഒരു ഒറ്റ വർക്കെങ്കിലും നമുക്ക് ഈ പാടത്ത് ചെയ്യുന്നുണ്ട്. വലിയൊരു വിഷമമുണ്ട്. ഞങ്ങൾക്കൊക്കെ പമ്പ് ചെയ്യാൻ വെള്ളം ഞങ്ങൾക്ക് കിട്ടാണ്ട് പമ്പ് നിർത്തിയിട്ടുള്ള ഗതികേട് വരുന്നുണ്ട്. ഇതൊന്നും കർഷകർക്ക് എല്ലാവർക്കും എത്തിച്ചേർന്നിട്ടുള്ള കൃഷി ഓഫീസർ, അസിസ്റ്റന്റ് കൃഷി ഉത്സവമായിട്ട് തന്നെയാണ് കൊണ്ടാടിയിട്ടുണ്ടായിരുന്നത്. കേവലം ഒരു ചടങ്ങിൽ ഒതുക്കാതെ ഒരു നാടിൻ്റെ ഉത്സവമാക്കിക്കൊണ്ട് ആചരിച്ചു പോയിരുന്ന ഒരു സംഭവമാണ് നെയ്ത്തുത്സവം എന്ന് പറയുന്നത്, കൊയ്ത്തുത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊയ്ത്തുത്സവം നടക്കുന്നതിൻ്റെ മാസങ്ങൾക്ക് മുൻപ് തന്നെ അതിൻ്റെ നടീലുത്സവങ്ങൾ നടന്നിട്ടുണ്ടാകും. അപ്പോൾ ഒരു നാടൻ പാട്ട് പാടിക്കൊണ്ട് അത് കുറേ പേർക്ക് ജോലി ലഭ്യമാകുന്ന ഒരു സംഭവം കൂടിയാണ് ഈ കൊയ്ത്തുത്സവം എന്ന് പറയുന്നത്. ഇപ്പോൾ സാങ്കേതിക വിദ്യകൾ വർദ്ധിച്ചു. ഇപ്പോൾ മെഷീനുകളാണ് നമ്മുടെ കൊയ്ത്ത് നടത്തുന്നത്. കൃഷിയിടങ്ങളിലൊക്കെ തന്നെ ഒരുപാട് സാങ്കേതിക വിദ്യകളിലൂടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടിയിലുൾപ്പെടെയുള്ള കൃഷിയുടെ എല്ലാ കാര്യങ്ങളും സ്പീഡായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരും പ്രാദേശിക സർക്കാരുകളും ഒക്കെ തന്നെ നെൽകൃഷിക്ക് വേണ്ട വിധത്തിലുള്ള സഹായ സഹകരണങ്ങൾ നൽകി പോരുന്നുണ്ട്. എന്നിരുന്നാലും ചില ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ കർഷകർക്കും വിത്തും വളവും സൗജന്യമായി നൽകുന്നതിനും MLA ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാടശേഖരങ്ങളിൽ അവലംബിക്കുകയും നല്ല രീതിയിൽ കൃഷിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായി ഇന്ന് ഈ കോൾപ്പടവിൽ നടക്കുന്ന വിളവെടുപ്പ് വളരെ നല്ല രീതിയിൽ തന്നെയാണ് വിളവെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ നാശനഷ്ടങ്ങളില്ലാത്ത രീതിയിൽ ഇത്തവണ നമുക്ക് കൊയ്ത്ത് നടത്താൻ വേണ്ടി സാധിക്കും എന്നാണ് കരുതുന്നത്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ കർഷകർക്കും അവരുടെ അധ്വാനത്തിൻ്റെ ബലം നല്ല രീതിയിൽ ലഭ്യമാകട്ടെ എന്ന് ആശംസിക്കുകയും ഉടൻ തന്നെ ഈ നെല്ല് കയറ്റി അയക്കാനുള്ള എല്ലാ സഹകരണങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ കൊയ്ത്തുത്സവത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കും. വലിയ പ്രശ്നങ്ങളും നമ്മളോട് എല്ലാ കാര്യത്തിലും സഹകരിച്ചിട്ട് തന്നെ ഭാഗമായിട്ടുണ്ടായിരുന്നു. കുമ്മായത്തിൻ്റെ കാര്യത്തിലാണ്, വിത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അയമുണ്ണിക്ക് എല്ലാത്തിനും ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ സപ്ലൈകോ കയറ്റാനുള്ള നടപടികൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നോക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇന്നലെയൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സപ്ലൈകോയിൽ നെല്ല് കയറ്റാൻ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്.
പിന്നെ ഈ പറഞ്ഞ പോലെ പെട്ടിയമ്പാറ ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞത്, അത് റീപ്ലേസ് ചെയ്തിട്ടാണ് സബ്മേഴ്സിബിൾ വരുന്നത്. അപ്പം അതിനുള്ള കാര്യങ്ങൾ കോൾ മീറ്റിങ്ങുകളിലൊക്കെ പറയാറുള്ളതാണ്. നമ്മുടെ കൃഷിഭവൻ്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളത് കോൾ മീറ്റിങ്ങിൽ അവതരിപ്പിക്കാറുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രപ്പോസൽ കൊടുക്കുന്നുണ്ട്. അതാണ് പറയാനുള്ളത്. ഇപ്രാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാനിവിടെ വന്നിട്ട് ഞാൻ സർവീസിൽ കയറിയിട്ടുള്ള ആദ്യത്തെ കൊയ്ത്തുത്സവമാണിത്, ആദ്യത്തെ പാടശേഖരമാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ആശംസിക്കും. കോപ്പടവിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ കർഷകർക്കും കർഷകരുടെ ഭാഗത്തു നിന്ന് നമുക്കത് അറിയാൻ പറ്റും. വളരെ നല്ല രീതിയിൽ കർഷകർക്ക് ഭാരവാഹികൾ അത് വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. ഇത്തവണ കുറച്ച് നേരത്തെ നമ്മൾ കൃഷി തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സമയങ്ങളിൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അത് കൊയ്തെടുക്കാൻ അവസരം ഉണ്ടായി. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അയമണിക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3400 കിലോ ഒക്കെ നമുക്കിവിടെ ഏക്കറയ്ക്ക് കിട്ടുന്ന ഒരു പാടശേഖരമാണ്. പക്ഷേ എന്തുകൊണ്ടോ സർക്കാർ തലത്തിൽ നമുക്ക് അത്രയും കൊടുക്കാനുള്ളൊരു അനുമതി ഇപ്പോൾ ആയിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ പാടശേഖര സമിതി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഇന്നലെ എത്ര വിളവ് കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ സർവേ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പഞ്ചായത്ത് കോഴിക്കോടിൻ്റെ പ്രസിഡന്റും കൂടിയായ അയമണിക്ക നമ്മുടെ ഈ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോട് കൂടിയിട്ട് പരിപാടി അവസാനിപ്പിക്കുന്നു. അത് നമ്മളിവിടെ ഉള്ളത് ഇനി മൂപ്പുതല ഭാഗത്തൊന്ന് അന്വേഷിക്കും. മൂപ്പുതല പോസ്റ്റ്മാനോടൊന്ന് അന്വേഷിക്കും. ഞാൻ എൻ്റെ പോസ്റ്റ് ഓഫീസിലില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ